നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ CPMന്റെ ജനറൽ സെക്രട്ടറിയെ വരെ ഇറക്കി കേരളത്തിലെ വീടുകൾ തോറും കയറി ഇറങ്ങി അടുക്കളപ്പണി എടുപ്പിക്കാനാണ് പിണറായി വിജയന്റെ തീരുമാനം. ഗൃഹസന്ദർശനം എന്ന് പറഞ്ഞുകൊണ്ട് CPM ഇപ്പോൾ ജനപിന്തുണ തേടുന്നതിന് വേണ്ടി ഒരു പരിപാടി തുടങ്ങാനിരിക്കുകയാണ്. ഈ പരിപാടിയിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അടുക്കളപ്പണി ആണ് CPMകാർ നടത്താൻ പോകുന്നതെന്നും അതിൻ്റെ ഒരു പ്രാക്ടീസാണ് MA ബേബിയെ കൊണ്ട് നടത്തിച്ചത് എന്നൊക്കെയുള്ള ട്രോളുകളാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി MA ബേബിയെ വിമർശിച്ചുകൊണ്ടും ട്രോളിക്കൊണ്ടുമൊക്കെ പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട്. അതായത് MA ബേബി ഒരു വീട്ടിൽ പോയപ്പോൾ കഴിച്ച പാത്രം കഴുകി വെച്ചിരുന്നു. അതിൻ്റെ ഒരു ചിത്രം പുറത്തേക്ക് വന്നിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ട്രോളുകൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. MA ബേബി ഒരു PR വർക്ക് പണിയാണോ നടത്തിയത് എന്നുള്ള ഒരു ട്രോളായിരുന്നു ആദ്യം വന്നത്. പിന്നീട് CPMന്റെ കനകോലുവായ നികേഷ് കുമാറാണ് MA ബേബിയുടെ പാത്രം കഴുകൽ ഐഡിയയ്ക്ക് പിന്നിൽ എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ വന്നു. എന്നാൽ ഏറ്റവും വലിയ വിമർശനം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ട്രോളായിട്ട് ഇപ്പോൾ വരുന്നത് ഇതാണ്: പിണറായി വിജയൻ മുന്നോട്ട് വയ്ക്കുന്ന ഗൃഹസന്ദർശനം എന്നാണ് പരിഹാസം വരുന്നത്. പാത്രം കഴുകി MA ബേബിയുടെ നടു ഒടിയുമെന്നും തിരികെ അങ്ങ് ഡൽഹിക്ക് വിടുന്നതാണ് നല്ലത് എന്നൊക്കെയുള്ള തരത്തിൽ ട്രോളുകളൊക്കെ വരുന്നുണ്ട്. ഇതുമാത്രമല്ല, ബഹുരസമായി മാറിയത് നാഗസൈരന്ധ്രി, സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന നാഗസൈരന്ധ്രിയുടെ ബാബുസ്വാമി ഡയലോഗ് വെച്ചും ഇതിനെ കണക്ട് ചെയ്ത് ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു. ആ ട്രോളിലെ ഒരെണ്ണം നമുക്കൊന്ന് നോക്കാം. പിന്നെ ഈ ബേബി സാമി എനിക്ക് വർഷങ്ങളായിട്ടറിയാം. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ബേബി സാമി. മനോഹരമായ ദിവസങ്ങളായിരുന്നു അത്. ബേബി സാമി, ഞങ്ങൾ പാത്രം കഴുകിയിട്ടുണ്ട്. നന്നായിട്ട് പാത്രം മോറും ബേബി സാമി. ഇങ്ങനെയായിരുന്നു ചില ട്രോളുകളൊക്കെ വന്നത്. ശരിക്കും ആ ഒരു പരിഹാസവും ട്രോളും ഒന്നും ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല എന്നുള്ള രീതിക്ക് MA ബേബി ഇതിനോടൊന്നും പ്രതികരിക്കാതെ അദ്ദേഹം പോകുകയും ചെയ്തു. മറ്റൊരു ട്രോള് വരുന്നത് ഇപ്പോൾ MA ബേബിയുടെ അവസ്ഥ കാണുമ്പോൾ അങ്ങ് മുകളിലിരുന്ന് യെച്ചൂരി ചിരിക്കുകയാണ് എന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാത്രം കഴുകേണ്ടി വന്നേനെ, പിണറായി എന്നെ കൊണ്ട് അതല്ല അതിനപ്പുറവും ചെയ്യിക്കും എന്നൊക്കെയുള്ള ട്രോളുകൾ വരുന്നുണ്ട്. MA ബേബിയെ കൊണ്ട് മാത്രം എന്തിനാണ് പാത്രം കഴുകിക്കുന്നത്? പിണറായി വിജയൻ ഗൃഹസന്ദർശനത്തിന് പോകുമ്പോൾ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി മുറ്റമടിക്കുകയും പാത്രം കഴുകുകയും ഒക്കെ ചെയ്യട്ടെ എന്നുള്ള ട്രോളുകൾ വരുന്നുണ്ട്. എന്തായാലും ഈ പാത്രം കഴുകൽ ട്രോള് ഇപ്പോൾ അതിരുവിട്ടു പോകുന്നുമുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ MA ബേബി എടുക്കുന്നുണ്ട്. ഒരു പാത്രം കഴുകിയതിൻ്റെ പേരിൽ ബേബി സഖാവ് കേൾക്കാത്ത പരിഹാസവും പഴികളും ഒന്നും ഇല്ല. പുരോഗമനം പറയുന്നവരും എതിർക്കുന്നവരും വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് മറ്റു ചില കാര്യങ്ങളാണ്. അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് ലിംഗനീതിയിൽ ഏറ്റവും ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ് ബേബിയെന്ന് ബെറ്റി ലൂയിസ് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ തനിക്കുള്ള സ്വാതന്ത്ര്യം മറ്റ് സ്ത്രീകൾക്ക് അപൂർവമായേ ഉണ്ടാകൂവെന്നും ബെറ്റി പറഞ്ഞു. വിവാഹം കഴിഞ്ഞ സമയത്ത് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു MA ബേബി. ഡൽഹിയിലെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ അവിടെ ബേബി തന്നെയാണ് സ്വന്തം വസ്ത്രങ്ങളൊക്കെ കഴുകിയിരുന്നത്. ഞാനും കൂടി ചേരും. ഒരാൾ സോപ്പിട്ട് കഴുകും, മറ്റൊരാൾ വസ്ത്രം പിഴിഞ്ഞെടുക്കും. എനിക്ക് അടുക്കള ജോലിയൊന്നും അറിയില്ലായിരുന്നു. ബേബിയുടെ കൂടെ കൂടിയ ശേഷമാണ് ചായ ഇടാൻ പോലും പഠിച്ചത്. തേങ്ങ ചിരണ്ടുക, ഉള്ളി പൊളിക്കുക, അങ്ങനെ സൈഡ് പണിയെല്ലാം ബേബി ചെയ്യുമായിരുന്നു. ഡൽഹിയിലെ ബേബിയുടെ വീട്ടിൽ ഇപ്പോഴും ജോലിക്കാരൊന്നുമില്ല. കഴിവതും എച്ചിൽ പാത്രം മറ്റൊരാളെ കൊണ്ട് കഴുകിക്കില്ല. തീരെ വയ്യാണ്ടിരിക്കുമ്പോൾ അത് പറ്റില്ലല്ലോ. വീട്ടിലെ പെരുമാറ്റമൊക്കെ വളരെ ജനാധിപത്യപരമായാണ്. സമൂഹത്തിൽ വലിയൊരു ബോധവൽക്കരണമാണ് വേണ്ടത്. അല്ലാതെ ഞാൻ ആരെയും കുറ്റം പറയില്ല. പഠനത്തോടൊപ്പം തന്നെ ആൺകുട്ടികൾ പാചകവും പാത്രം കഴുകലും അടക്കമുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് നല്ല സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ശരിയാണ്. അച്ഛനും പാത്രം കഴുകാമെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എൻ്റെ വീട്ടിൽ മകൻ അപ്പുവും ഭാര്യയും എല്ലാ ജോലിയും ഒരുമിച്ച് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. ബേബിയുടെ ചേട്ടന്മാരൊക്കെ വീട്ടിലൊക്കെ അത്യാവശ്യം ജോലി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ബേബിക്ക് സമയക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. എനിക്ക് ഞണ്ട് നന്നാക്കാൻ പേടിയാണ്, പക്ഷേ ബേബി അത് ചെയ്തു തരും, ബെറ്റി ലൂയിസ് പ്രതികരിച്ചു. സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം കാണുമ്പോൾ വിഷമമില്ല. CPM ഗൃഹസമ്പർക്കം നടത്തുന്നുണ്ടെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു. ആഫ്രിക്കയിലും അമേരിക്കയിലും ഉള്ളവർ വരെ അറിഞ്ഞു. പാർട്ടിയെ കരിവാരി തേക്കാനാണ് ഇതെല്ലാം ചെയ്തത്, അല്ലാതെ ബേബിയെ കരിവാരി തേക്കാനല്ല. നമ്മളൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന EMSഉം സുന്ദരയ്യയും മഹാത്മാഗാന്ധിയും ഒക്കെ ഈ ജോലികൾ ചെയ്തവരാണ്. മഹാത്മാഗാന്ധി ശുചിമുറി വരെ കഴുകുമായിരുന്നു. സ്വരലേയയുടെ പരിപാടി നടക്കുന്ന സമയത്ത് പോസ്റ്റർ എഴുതാനും ബാനർ എഴുതാനും ഒക്കെ ബേബി കൂടാറുണ്ട്. ബേബി എന്ത് ജോലിയും ചെയ്യുമെന്നും ബെറ്റി പറയുന്നു.
പുരുഷ മേധാവിത്വ പെരുമാറ്റം വീട്ടിൽ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി ആയതിന് പിന്നാലെ നൽകിയ അഭിമുഖത്തിൽ MA ബേബി പറഞ്ഞിരുന്നു. താൻ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്ന ബേബി വീടിനുള്ളിലെ പുരുഷാധിപത്യ പ്രവണതകളെ നിശിതമായി വിമർശിക്കാറുണ്ട്. വീട്ടിലെ പുരുഷന്മാർ ചായ കുടിച്ച ശേഷം ഗ്ലാസ് പോലും കഴുകാതെ അടുക്കളയിൽ ഉപേക്ഷിക്കുന്ന രീതി മാറണമെന്നും അദ്ദേഹം അടുത്തിടെ അഭിപ്രായപ്പെട്ടിരുന്നു. ആഹാരം കഴിച്ച പാത്രം സ്വയം കഴുകി വെക്കുന്ന അദ്ദേഹത്തിന്റെ ശീലം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കുട്ടിക്കാലം മുതലുള്ള ശീലമാണെന്നും അദ്ദേഹം പലതവണ പ്രതികരിച്ചിട്ടുണ്ട്. മകന് പേരിട്ടപ്പോൾ തൻ്റെ പേരിന് പകരം പങ്കാളിയായ ബെറ്റിയുടെ പേര് ചേർത്തത് ലിംഗസമത്വത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അടുക്കള ജോലി ഉൾപ്പെടെയുള്ള ഗാർഹിക ജോലികൾ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും അവ പങ്കിട്ടെടുക്കേണ്ടതാണെന്നും ബേബി വാദിക്കാറുണ്ട്. സ്ത്രീകളുടെ അധ്വാനം സാമ്പത്തികമായി കണക്കാക്കപ്പെടാത്തതിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്താറുണ്ട്. ഞങ്ങൾ സഖാക്കൾ ഇങ്ങനെയൊക്കെയാണ്. AKG സെന്ററിലും AKG ഭവനിലും ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും മെസ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം പാത്രങ്ങൾ സഖാക്കൾ സ്വയം കഴുകി വെക്കുന്ന സമ്പ്രദായമാണുള്ളതെന്ന് ബെറ്റി പറയുന്നു. CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ ആഹാരം കഴിച്ച ശേഷം പാത്രം കഴുകി വെക്കുന്ന ബിനോയ് വിശ്വത്തെ പറ്റി പലരും ഫേസ്ബുക്കിൽ കുറിച്ചു. CPI ദേശീയ ആസ്ഥാനമായ അജോയ് ഭവനിലെ മെസ്സിൽ ആഹാരം കഴിച്ച ശേഷം ജനറൽ സെക്രട്ടറി രാജ പാത്രം കഴുകി വെക്കാറുണ്ട്. തൻ്റെ വീട്ടിൽ 2 തവണ വന്നപ്പോഴും ആഹാരം കഴിച്ച ശേഷം പാത്രം കഴുകിയ MA ബേബിയെ പറ്റി എഴുത്തുകാരി രാധിക C നായരും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ബേബി പാത്രം കഴുകുന്നത് കണ്ട് മറ്റു പാർട്ടി പ്രവർത്തകരും പലയിടത്തും തങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു ബെറ്റിയുടെ പ്രതികരണങ്ങൾ. ഇതുമാത്രമല്ല, US പ്രസിഡന്റ് ബറാക് ഒബാമ പ്രസിഡന്റായിരുന്ന കാലത്ത് പാത്രം കഴുകുന്നത് തനിക്ക് ഒരുതരം ശാന്തത നൽകിയിരുന്നതായി അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് പാത്രങ്ങൾ ഡിഷ് വാഷറിൽ അടുക്കി വെക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട വീട്ടുജോലികളിൽ ഒന്നാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. US മുൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് മുൻപ് റെസ്റ്റോറൻറ്റുകളിൽ പാത്രം കഴുകുന്ന ജോലിയാണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാത്രം കഴുകുന്ന ദൃശ്യങ്ങൾ പലതവണ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ അമൃത്സറിലെ സുവർണ ക്ഷേത്രം സന്ദർശന വേളയിൽ അദ്ദേഹം കമ്മ്യൂണിറ്റി കിച്ചണിൽ പാത്രങ്ങൾ കഴുകിയിരുന്നു. കൂടാതെ 2018 മഹാരാഷ്ട്രയിലെ സേവാഗ്രാം ആശ്രമത്തിൽ വെച്ച് ഭക്ഷണത്തിന് ശേഷം സ്വന്തം പാത്രം കഴുകുന്ന രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ദൃശ്യങ്ങൾ വൈറലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ചെറുപ്പകാലത്ത് RSS പ്രചാരകായിരിക്കെ ഓഫീസ് വൃത്തിയാക്കുകയും ചായ ഉണ്ടാക്കുകയും പാത്രങ്ങൾ കഴുകുകയും ചെയ്തിരുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തൻ്റെ അമ്മ മറ്റു വീടുകളിൽ പാത്രം കഴുകുന്ന ജോലി ചെയ്തിരുന്നതിനെക്കുറിച്ചും അദ്ദേഹം വൈകാരികമായി സംസാരിച്ചിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കെ 2016 അരവിന്ദ് കെജ്രിവാൾ സുവർണ ക്ഷേത്രത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിലെത്തി പാത്രങ്ങൾ കഴുകി സേവനം നടത്തിയിരുന്നു. തൻ്റെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയ്ക്ക് പ്രായശ്ചിത്തമായാണ് അദ്ദേഹം അന്ന് അവിടെ എത്തിയത്. ഇത്തരത്തിൽ ഒരുപാട് ആൾക്കാർ അവരുടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അതൊന്നും ചർച്ചയാക്കാനും ട്രോളുകളാക്കാനും ആരും ശ്രമിക്കില്ല. പക്ഷേ CPMകാർ ചെയ്യുമ്പോൾ അത് ട്രോളാക്കും എന്നുള്ള രീതിയിൽ CPMൽ നിന്നും പലരും ഇതിന് പ്രതികരണം നടത്തുന്നുണ്ട്. എന്തായാലും MA ബേബി പാത്രം കഴുകി വെച്ചത് അത്ര ട്രോളാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവനവൻ ആഹാരം കഴിച്ച പാത്രം കഴുകി വെക്കുന്നത് ഏറ്റവും മികച്ച ഒരു പ്രവൃത്തിയാണ്. കാരണം മറ്റൊരാളെ കൊണ്ട് നമ്മളുടെ എച്ചിലെടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മാന്യമായ കാര്യം. അങ്ങനെ നോക്കുമ്പോൾ MA ബേബി ചെയ്തത് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ട്രോളേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ടാണ് അതിനെ ഈ രീതിയിലേക്ക് വ്യാഖ്യാനിച്ചതും അത് ട്രോളുകളായി മാറിയതും ഒക്കെ. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ പാത്രം പോലും കഴുകാത്ത ഒരുപാട് പുരുഷ കേസരിമാർ ഈ കേരളത്തിലെ ഒരുപാട് വീടുകളിലുണ്ട്. ഈ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കൊക്കെ ഇത്തരത്തിലുള്ള പുരുഷന്മാരുണ്ട്. ചായ കുടിച്ച അല്ലെങ്കിൽ വെള്ളം കുടിച്ച ഗ്ലാസ് പോലും അടുക്കളയിലേക്കൊന്ന് കൊണ്ടുവയ്ക്കാൻ മടി കാണിക്കുന്നവർ. മടിയല്ല, അത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളൊരു തോന്നലാണ് അവരിലൊക്കെ ഉള്ളത്. MA ബേബി ഇപ്പോൾ കാണിച്ചു തന്നത് ഒരു മാതൃകയായിട്ട് എടുത്താൽ മതി. അതിനെ ട്രോളാക്കുന്നതിന് പകരം അതൊരു മാതൃകയായിട്ട് കാണുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.